ഏതായാലും അങ്ങ് സന്തോഷായി. അമ്മായിയപ്പന്റെ ജോലി തന്നെ മരുമോനും കിട്ടിയല്ലോ. ഇനി ഒരു കുഞ്ഞുണ്ടായ പറ്റുമെങ്കിൽ അവനെ ഈ ജോലിക്ക് തന്നെ അയക്കണേ. അല്ല, പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമല്ലോ. മതി കളിയാക്കിയത്. എന്റെ അച്ഛനെ നിലത്ത് വെക്കാതെ വളർത്തിയ സഹോദരിയായിരിക്കും അപ്പച്ചി. പക്ഷേ എന്റെ അനുഭവത്തില് എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ഒരു വൃത്തികെട്ട സ്ത്രീയാ നിങ്ങള്. വേണ്ട. ഇവിടെ കിടന്ന് അലറണ്ട. ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാ. പണക്കാരുടെ പത്രാസും ജാടയൊന്നും ഇവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ എന്റെ ദേഹത്തെങ്ങാനും അപ്പച്ചിയുടെ കൈ വീണ എല്ലാരും കൂടി ചേർന്ന് അപ്പച്ചിയുടെ നട്ടും ബോൾട്ടും ഊരി വെക്കൂടെ. പിന്നെ കരിയോയിലിൽ മുക്കിയായിരിക്കും അപ്പച്ചി ഇവിടുന്ന് വിടുന്നത്. എന്താ, അത് വേണോ? പിന്നെ ഈ ജോലി ചെയ്യുന്നതിൽ എനിക്ക് തോന്നാത്ത നാണക്കേടൊന്നും ആർക്കും തോന്നണ്ട. അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. മാഡം, കംപ്ലൈന്റ് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അമ്മ പൊക്കോ, ഞാൻ ഉടനെ വന്ന് കണ്ടോളാം. എത്ര രൂപയായി? ചെറിയൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു, 50 രൂപ. 500 രൂപയുണ്ട്. നിങ്ങൾ 50 രൂപ എടുത്തിട്ട് ബാക്കി ഇവന് കൊടുത്തേക്ക്, എന്റെ പിച്ചക്കാശായിട്ട്. എനിക്ക് കിട്ടാനുള്ള പണം അതെനിക്ക് ഇപ്പോ വേണം. നിനക്ക് വേണ്ടത് പണമല്ലേ? അത് ഞാൻ തരാം. ഇതിന്റെ കാര്യവും പറഞ്ഞ് ഇനി നീ ഇവിടേക്ക് വരരുത്. വന്ന വെള്ള പുതപ്പിച്ച് മുടക്കി വയ്ക്കും ഞാൻ. ഭീഷണിപ്പെടുത്തല്ലേ. പേടിക്കേണ്ടത് ഞാൻ നിന്നെയല്ല, നീ എന്നെയാ. കാരണം ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന എന്നേക്കാൾ നഷ്ടം പെണ്ണും പിടക്കോഴിയായിട്ട് ജീവിക്കുന്ന നിനക്ക. ഓർമ്മ വെച്ചോ, ഇനിയും ഞാൻ വരും. ഇതെന്താ ചെകൻ ടീഷർട്ടിലൊക്കെ കരിയും പൊടിയൊക്കെ പറ്റിയിരിക്കുന്നേ? അത് വന്ദനെ ഒരു വർക്ക്ഷോപ്പിലാണ് ജോലി കിട്ടിയത്. വർക്ക്ഷോപ്പിലെ പണിയാകുമ്പോ കുറച്ച് കരിയും പൊടിയൊക്കെ പറ്റുമല്ലോ. അല്ല, എന്താ രണ്ടാൾക്കൊരു വിഷമം? ഈ ജോലി മോശം ജോലിയാണെന്ന് കരുതിയിട്ടാണോ? എല്ലാ ജോലികൾക്കും അതിൻ്റെതായ അന്തസ്സുള്ളതാ. അങ്ങനെ അമ്മായിയച്ഛന്റെ ജോലി തന്നെ മരുമകനും കിട്ടി അല്ലേ? ആ, അതില് അഭിമാനിക്കല്ലേ വേണ്ടത്, അല്ലേ മോളെ?
നാളെ മുതല് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പണി എന്തേലും ഉണ്ടോ എന്ന് ഞാനൊന്ന് തിരക്കട്ടെ. തൽക്കാലം അത് വേണ്ട വന്ദനെ. ഇവിടെ അടുത്ത് ബേക്കറി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീടുണ്ടെന്ന് രമ്യ ചേച്ചി പറയുന്നത് കേട്ടു. അതിന്റെ പാക്കിംഗ് പരിപാടികൾ നോക്കിയാൽ മതിയല്ലോ. തൂക്കം എഴുതി ഒട്ടിച്ച് പാക്ക് ചെയ്താൽ മതി. പാക്കിംഗ് കൂലി കിട്ടും. അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം വന്ദന പണിയൊന്നും എടുക്കണ്ടെന്ന്. ഭർത്താവ് പണിയെടുത്ത അഭിമാനം, ഭാര്യ പണിയെടുത്താലോ ദുരഭിമാനം. ആ ചിന്തഗതി ശരിയല്ല. പ്രത്യേകിച്ച് ജഗനെ പോലെ പൊതുപ്രവർത്തകനായ ഒരാൾക്ക്. എനിക്കും കൂടി ഒരു വരുമാനം അത്യാവശ്യമാണ്. നാളെ ആവട്ടെ, എന്തെങ്കിലും ഒരു വഴി നോക്കണം. ഇന്ന് ജോലി ചെയ്തതിന്റെ ശമ്പളമാ. ഇതെന്തിനാ എന്നെ ഏൽപ്പിക്കുന്നത്? അല്ല, വീട്ടിലെ ഗൃഹനാഥൻ പണം കൊണ്ടുവരും. അത് ആവശ്യങ്ങൾക്കായിട്ട് ചെലവാക്കേണ്ടത് ഗൃഹനാഥന്റെ ഡ്യൂട്ടിയാണ്. എന്താ, അതല്ലേ നാട്ടു നടപ്പ്.